വാർക്കപ്പണിക്ക് പോകണോ? I don't fight for survival. I fight to rule. A storm doesn't ask for a permission. It just destroys. If I am silent, you are silent too. But if I get violent, then you guys will be forever silent. When I rise, enemies fall. You guys are dealing with the wrong person. ഇത്രയും പറഞ്ഞിട്ടും ഇവിടെ ധൈര്യത്തോടെ ഒന്നും പറയാതിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടുള്ളൂ, നോബി ചേട്ടൻ. എനിക്ക് മനസ്സിലായില്ല എന്തൊരു പറഞ്ഞ ആദ്യം. കൗണ്ടർ അടിക്കല്ലേ ഞാൻ സീരിയസ് ആയിട്ടിരിക്കുമ്പോ? കൗണ്ടർ അടിച്ചാലോ അമ്മ സത്യം. ഞാൻ മനസ്സിലായിട്ടില്ല. അവള് കുത്തിയിരുന്ന് ഇത്രയും പഠിച്ചല്ലോ. ഇന്നലെ ഗ്രൂപ്പ് നോക്കണോന്ന് അതല്ലേ ഞാൻ പറഞ്ഞത് മനുഷ്യ. ഇത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക് പ്ലീസ്. അതായത് സംഭവത്തിലുള്ളൂ അല്ല, 5 ഡയലോഗിൽ ഞാൻ വന്ന് പറഞ്ഞാണ്, ഒരു ശക്തിക്കും എന്നെ തളർത്താനാവില്ല. ഞാൻ സൈലന്റ് ആയാൽ അതിന്റെ മീനിങ് നിങ്ങളും സൈലന്റ് ആവണം. പക്ഷേ എന്റെ ഫോർ എവർ സൈലന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ജീവിതത്തിലേ ഇല്ല. ശരിയാ, അവൾ ഇംഗ്ലീഷ് പറഞ്ഞല്ലേ ബൈബിൾ വായിച്ചെന്ന് വിചാരിക്കാം നമ്മളല്ല യു. ശ്വേതാജി, നമ്മുടെ ഈ ഗ്യാങ്ങില് ഏറ്റവും കൂടുതൽ ഒരു ഇച്ചിരി വയലൻസ് കൂടുതലുണ്ടെന്ന് തോന്നിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അത്യാവശ്യം ഈ പേഴ്സൺ കുറച്ച് വയലന്റ് ആയാൽ നമുക്ക് പേടിയാവുന്ന തോന്നുന്ന ഒരു വ്യക്തിയുണ്ടോ നമ്മുടെ ഈ ഗ്യാങ്ങില്? പേടിയാവണ ഒരു വ്യക്തിയൊന്നുമില്ല, പക്ഷെ വയലൻസ് ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വയലൻസ് കൂട്ടാം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന തെറ്റിദ്ധാരണയുള്ള ഒരാളാണ് ശ്രീവിദ്യ. അതെ, ചില സമയത്ത് ഞാൻ ഭയങ്കര അവൾക്ക് ഭയങ്കര ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ ഇതില് സൈലൻസില് ഒരു വയലൻസ് ഉള്ള ഒരാളാണ് ഡയന. അതെ, അത് കറക്റ്റ്. ആ പറഞ്ഞത് പോയിന്റ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ടെലിവിഷൻ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു വയലൻസ് സ്കിറ്റ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. കാരണം ഇതുവരെയും അങ്ങനെ എല്ലാത്തിലും നമ്മൾ ചിരിയുടെ സ്കിറ്റൊക്കെയാണ് കണ്ടിരിക്കേണ്ടത്. ദിസ് ഇസ് ഗോണ ബി എ റിയൽ 100% വയലൻസ് സ്കിറ്റ്. ചോരയാകാം, ഇത് വെച്ചുള്ള പ്രയോഗങ്ങളാകാം, എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഐ എം ടെല്ലിങ് യു, റെഡി ആണെങ്കിൽ നമുക്കത് കാണാം. അപ്പൊ പ്രേക്ഷകരെ, യു ആർ ഗോണ വാച്ച് ദ മോസ്റ്റ് വയലൻസ് സ്കിറ്റ് എവർ ഇൻ ഇന്ത്യൻ ടെലിവിഷൻ ഹിസ്റ്ററി. ഈ കല്യാണ വീട്ടിൽ കിടന്ന് നിങ്ങളെല്ലാം കൂടെ ഞാൻ ഓടി കളിക്കുന്നത്? അത് ശരി, എവിടെയൊക്കെ കല്യാണം ഉണ്ടോ ഞങ്ങള് കുട്ടികൾ ഒരാവശ്യമില്ലാണ്ട് ഓടി കളിക്കാണെന്ന് സംവിധായകൻ പറഞ്ഞു. ഇനിമേലൊക്കെ അങ്ങനെയാണെന്നല്ലേ പറയുന്നത്? ആണോ? അല്ല, നിങ്ങളെന്തിനാ ഈ പ്രചോദന്റെ ഫ്ലെക്സും കൂടി നടക്കുന്നത്? മണവാളന്റെ ബ്രാൻഡ് അംബാസിഡർ ആണല്ലോ പ്രചോദേട്ടൻ. അപ്പൊ പ്രചോദേട്ടൻ ഇവിടെ എത്താൻ പറ്റാത്തോണ്ട് ഞങ്ങൾ ഫ്ലെക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതെ, പ്രചോദന്റെ ഫ്ലെക്സ് വെക്കാനും ഇങ്ങനെ ഓടിക്കളിക്കാനും മീശ മാധവന്റെ സ്പൂഫ് അല്ല ഇത്. ഇത് മാർക്കോടെ സ്പൂഫാണ്. ദ മോസ്റ്റ് വയലന്റ് സിനിമ മാർക്കോ. മാർക്കോ ആരാ അറിയില്ല? He is the most violent star. He is the wrong person. മാർക്കോ, തലയാണോ കാലാണോ?
You are dealing with the wrong person. റിഹേഴ്സൽ സമയത്ത് ഞാൻ ഇത് പറഞ്ഞപ്പോ ഇയാൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അന്നേരം ചോദിച്ചായിരുന്നു. ഞാൻ ഇത് ഇവിടുന്നേലും അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഞാൻ വന്ന് വരത്തില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞ, കയ്യിൽ നിന്നിട്ട് കളിച്ചാൽ ഞാൻ ഇവിടെ കിടന്ന് നട്ടം കണ്ണം കറങ്ങത്തേ ഉള്ളൂ. മര്യാദയ്ക്ക് കളിച്ചു പോവാമെങ്കിൽ എല്ലാവർക്കും രക്ഷപ്പെട്ടു പോവാം. മാർക്കോ, എനിക്കറിയേണ്ടത് നീ അടി തുടങ്ങിയെന്നുള്ളതാണ്. എല്ലാവരെയും പോലെ ന്യൂ ഇയറിന് ഞാൻ ശപഥമെടുത്താണ്. പക്ഷേ പിറ്റേ ദിവസം 1-ാം തീയതി വൈകിട്ട് 7 മണിയായപ്പം ലവന്മാരെല്ലാം കൂടെ വന്ന് വിളിച്ചപ്പം ഒരു പെക്കി തുടങ്ങിയതാണ്. പിന്നെ ഈ ഒരു ഫുള്ളിലാണ് അവസാനിച്ചത്. എന്റെ മാർക്കോ, ഞാൻ ചോദിച്ച ഈ അടി തുടങ്ങിയൊന്നല്ല, പിന്നെ നിന്റെ ഈ അടി തുടങ്ങിയോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇല്ല, പിന്നെ ചോരയും കൊണ്ട് വരുമോ ഇങ്ങനെ കയ്യിലും മുഖത്തും ഒക്കെ ചോര? അപ്പൊ ബ്ലഡാണ് വിഷയം. അതെ. ഇവിടെ ഒരു സംഗതി കാണുവാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് കാണണം. ഇന്റർവെല്ലിന് ഇറങ്ങി വന്ന് ഊള റിവ്യൂ പറയാൻ നിൽക്കരുത്. മനസ്സിലായോ? മനസ്സിലായില്ല. സംഭവം ഫുള്ളായിട്ട് കണ്ടോ താൻ? ഇല്ല. സംഭവം ഫുള്ളായിട്ട് കാണും. കാണീര്. ഇത് ഫ്രൈ ചെയ്യാൻ, ഇത് കറി വെക്കാൻ. കേട്ടോ? തെറ്റരുത്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെ ചോര തെറിച്ചെന്ന്? ഓ, അത് ശരി. അപ്പൊ കോഴിയെ വെട്ടിയതായിരുന്നു. ഞാൻ തന്നെ വെട്ടിയില്ലേ ശരിയാവത്തില്ല. അതെന്താ? അതായത് എല്ലാവർക്കും കിട്ടണ്ടേ? ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നവർക്ക് അതിന്റെ ദണ്ണം മനസ്സിലാകത്തുള്ളൂ. ഭക്ഷണം തികഞ്ഞില്ലേ പരാതി കേൾക്കുന്ന ഞാനാണ്. അപ്പൊ കൃത്യമായിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് കൊടുത്തു, കൃത്യമായിട്ട് കറി വെക്കാനുള്ളതും കൊടുത്തു. പിന്നെ ഞാൻ ഇതൊക്കെ നേരിട്ട് ചെയ്യുന്നോണ്ട് എനിക്കൊരു ഗുണമുണ്ട്. അതെന്താ? വട്ടം കറളും എനിക്ക് എടുക്കാലോ. അല്ല, ഞാൻ ഇങ്ങോട്ടെ പ്രാവിനെ കൊണ്ട് വരേണ്ട ഉദ്ദേശം എന്താ? പ്രാവിനെ കൊണ്ട് ഉദ്ദേശം അത് മറ്റൊന്നുമല്ല. അപ്രതീക്ഷിതമായിട്ട് ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ വന്നാൽ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. അത് അതൊക്കെ വേറൊരു സംഭവം അറിയാവോ? ഈ പ്രാവുംകൂടി ഷാപ്പിലേക്ക് പ്രാവിനെ കൊടുക്കുന്ന ആരാണ്? ആരാ? ഞാനാണ്. അല്ല, അവിടെ കാടയില്ലേ കൊടുക്കുന്നത്? കാട തീർന്നു കഴിയുമ്പോ ഇതാണ് സംഗതി. അതുകൊട്ടെ കല്യാണ വീട്ടിലേക്ക് എന്തിനാണ് ഈ മെഷീൻ കൊണ്ട് വരുന്നത്? ചീഞ്ഞ കൗണ്ടർ അടിച്ചാൽ അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയാൻ. കൗണ്ടറാണോ കട്ട് ചെയ്ത് കളയുന്നത്? കൗണ്ടർ അല്ല, കൗണ്ടർ അടിക്കുന്നവന്റെ തല. വയലൻസ് വയലൻസ് വയലൻസ്. പടം മാറി മാർക്കോ. പടം മാറിയില്ല. ഇപ്പോഴും 100 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴും 100 കോടി ക്ലബിൽ കയറി കിടന്ന് കളിക്കാൻ. ആ സിനിമയല്ല, പിന്നെ ഇത് മാർക്കോ അല്ലേ? അപ്പൊ മാർക്കോയ്ക്കകത്ത് വയലൻസ് അങ്ങനല്ല പറയുന്നത്, വയലൻസ് ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാത്തിലും വയലൻസ് ഉണ്ടെന്ന്, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ മാർക്കോ ഈ ഈവന്റ് മാനേജ്മെന്റ് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അത് വിദ്യാഭ്യാസത്തിന്റെ ഒരു അല്പം കുറവുള്ളത് കൊണ്ട് ഈ കോട്ടിട്ടോണ്ട് പോകാനുള്ള ജോലിയൊന്നും എനിക്ക് കിട്ടില്ല. ഓക്കെ. അപ്പൊ ഈവന്റ് മാനേജ്മെന്റ് നടത്തുകയാണെങ്കിൽ കോട്ട് ഇടുകയും ചെയ്യാം, കണ്ടവന്റെ ചെലവിൽ ഭക്ഷണവും കഴിക്കുകയും ചെയ്യാം. കണ്ടവന്റെ അല്ല, നിങ്ങളെപ്പോലുള്ള നല്ലവരായ മനുഷ്യരുടെ ചെലവില് എനിക്ക് സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ചിങ്ങനെ പോകും. മാർക്കോ പറഞ്ഞ എല്ലാം ബ്ലാക്ക് ആക്കിയിരിക്കും. എല്ലാം ബ്ലാക്ക് വേണം. ബലൂൺ ബ്ലാക്ക് കണ്ടല്ലോ, കംപ്ലീറ്റ് എല്ലാം ബ്ലാക്ക്. ഞങ്ങൾ മൊത്തം ബ്ലാക്ക് ഇട്ടിരിക്കുകയാണ്. ഒരു വെള്ളം എടുത്ത് വന്നിട്ടുണ്ട്, അത് പ്രായത്തിന്റെ ആയിരിക്കും. അതെ അതെ അതെ, അത് മറച്ചു വെക്കാമല്ലോ. പിന്നെ എന്റെ ഭാര്യ, എന്റെ മക്കള് എല്ലാരും ബ്ലാക്ക്. പിന്നെ സാധനം ബ്ലാക്കിലെടുത്ത് ബ്ലാക്കിൽ വെച്ചിട്ടുണ്ട്. ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഓ, ബാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പൊ എന്റെ ഭാര്യ മക്കളെയും കൂടെ ഒക്കെ എങ്ങനെയുണ്ട് മാർക്കോ? ഇതൊക്കെ യു ആർ USA അൺസാറ്റിസ്ഫൈഡ് ആന്റി. നിങ്ങളുടെ ഈ ഡ്രസ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അതെന്തെന്നറിയോ? ഫുള്ള് ബ്ലാക്ക് സാരി ഉടുത്തപ്പോഴത്തേക്ക് ഒരു മരിപ്പ് വീട്ടിൽ നിൽക്കുന്ന ഫീല്. മരിപ്പ് വീട്ടിലോ? ഇത് എന്റെ വീട്ടിലെ കുടുംബത്തിലെ അല്ല. പിന്നെ പോട്ടെ, പിന്നീട് പറഞ്ഞു വരേണ്ട ഒരു കഥയാണോ? അങ്ങനൊന്നും ഫീൽ ചെയ്യണ്ട. ബ്ലാക്ക് ഇടാൻ പറഞ്ഞ ബ്ലാക്ക് ഇടണം. എന്റെ ഈവന്റ് മാനേജ്മെന്റ് ഡ്രസ് കോഡാണത്. ആണോ? പിന്നെ വേറൊരു കാര്യം, കൊച്ചിന് മുല്ലപ്പൂ വേണമെന്ന് ഭയങ്കര ആഗ്രഹം. മുല്ലപ്പൂ ഇടരുത്. മുല്ലപ്പൂ വൈറ്റ് ആണ്. മുല്ലപ്പൂ ഇടാൻ പാടില്ല. ബ്ലാക്ക് മതി. അയ്യോ, ഇങ്ങനെ വയലന്റ് ആവുമെന്ന് അറിയാവുന്നത് കൊണ്ട് അതെ. 2-3 ദിവസത്തിന് മുന്നേ മുല്ലപ്പൂ വാങ്ങിച്ച് വെയിലത്തിട്ട് ഉണക്കി കരിച്ച് അതൊക്കെ സെറ്റ്. അല്ല മാർക്കോ, നിങ്ങളല്ലേ എന്റെ കല്യാണം നടത്തുന്നത്? അതെ. അപ്പൊ മാർക്കോ പാട്ട് പാടുവോ? നിന്നൊന്നും ഇപ്പൊ പാട്ട് പാടാൻ ഞാൻ KG മാർക്കോസ് അല്ല, മാർക്കോയാണ്. പാട്ടും ഗാനമേള എന്തെങ്കിലും ഉണ്ടാവുമെന്നാ ചോദിച്ചത്. അതിന് ഞാൻ വേറെ ആളിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ടെൻഷൻ നിങ്ങൾക്ക് വേപുത വേണ്ട. പിന്നെ എല്ലാവർക്കും ഒരു സംശയം. എന്താണത്? മാർക്കോ ചെവി കടിക്കുവോന്ന്. നിങ്ങൾക്ക് പറ്റി. ചെവി അടിക്കുന്ന ഞാനല്ല, ആ ഒരാൾ ഇവിടെ ഉണ്ട്. അതാരാ? ഇരിക്കുന്നു ശ്വേതാ മേനൻ.
സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇടവും വലവും ഇരിക്കുന്ന കൊച്ചില്ലേ, ശ്രീവിദ്യയുടെയും ഡയാനയുടെയും ചെവി ചെന്നിട്ട് കുണു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 
പേര് വന്നിട്ടുണ്ട്. ഉവ്വ. അവരെ അകത്തിരുത്തണോ പുറത്തിരുത്തണോ? നിയമപരമായിട്ട് നോക്കുമ്പോൾ 18 വയസ്സിൽ താഴെയുള്ളവരെ പുറത്തിരുത്തുകയാണ് വേണ്ടത്. അതെ. പക്ഷെ ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് അടിച്ചിട്ടുണ്ട്. അത് കൊടുത്തിട്ട് അവരെ അകത്ത് കയറ്റിക്കോളൂ. അല്ല അകത്ത് കേറ്റി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഭക്ഷണം കൊടുക്കും? ആഹാ. പാലും വെള്ളവും ബിസ്ക്കറ്റും. ബിഷക്കട്ടാ? ബിസ്ക്കറ്റല്ല, പാലും വെള്ളവും ബിസ്ക്കറ്റും. ബിസ്ക്കറ്റ്. കറുത്ത പശുവിന്റെ പാലാണ് കൊടുക്കുന്നത്. അല്ല അപ്പൊ പാല് വെളുത്തിട്ടല്ലേ? കറുത്ത ഗ്ലാസ്സിൽ കൊടുക്കുമ്പോൾ വെളുത്ത കളർ വെളി കാണില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അത് മതി, അത് മതി. അപ്പൊ സെറ്റായില്ലേ? അപ്പൊ സെറ്റായി. അവനെ അതെ ലാൽബാബു അവിടെ നിന്ന് കൈ കാണിക്കുന്നു. എന്താണ്? ചെറുക്കനും കൂട്ടരും വന്നെന്നാ തോന്നുന്നു. വിളിക്കവരെ. കല്യാണത്തിന് കളർ ഡ്രസ് മാറ്റിയിട്ട് കറുത്ത ഡ്രസ് പറഞ്ഞ എന്താ ഇത്? കല്യാണ വീടാണോ മരണ വീടാണോ? ഇത് മാർക്കോയുടെ ഇവന്റ് ആണ്. അതെ. മാർക്കോയുടെ ഡ്രസ് കോഡ് ഇങ്ങനെയാണ്. അത് മാത്രമല്ല, കല്യാണ വീട്ടിൽ എന്താ കറുത്ത കൊടി കുത്തിയേക്കുന്നത്? അത് ഞങ്ങളുടെ ഇവന്റിന്റെ ഫ്ലാഗ് ആണത്. അതെ. ഈ മാനേജ്മെന്റ് ഈവന്റ് മാനേജ്മെന്റ് പുള്ളിയല്ലേ ചെയ്യുന്നത്? ഭക്ഷണത്തിന്റെ ഏർപ്പാടല്ല ഇദ്ദേഹമാണ് ഏർപ്പാട്. അപ്പൊ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ളൊരു ഇതായിരിക്കും ആ കറുത്ത കൊടി. താൻ എന്നെ ഊക്കളിക്കാൻ വന്നാണോ? അല്ല അത് ചോദിച്ച ഞാൻ ഇവിടെ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തെന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അതെ, എല്ലാം കറുപ്പമയം. അങ്ങനെ മതി. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചാട്ടെ. ഞങ്ങൾ വിളിച്ചിട്ട് കുറെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവർക്ക് എന്ത് ഫുഡാ കൊടുക്കുന്നത്? ഞങ്ങളും വിളിച്ച് കുറെ പേര് വന്നിട്ടുണ്ട്. ശ്വേതാ മേനോൻജി, ഡയാന, എലീന, ഇതൊക്കെ ഞങ്ങൾ വിളിച്ച ഗസ്റ്റുകളാ. ഞങ്ങളും ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുട്ടിയകില് നോബി എല്ലാം ഞങ്ങളും സ്പെഷ്യൽ ഗസ്റ്റാ. മാർക്കോ, ഇവർക്ക് എന്ത് ഭക്ഷണം നമ്മൾ കൊടുക്കണ്ടേ? ശ്രീവിദ്യക്ക് കറുത്ത മുട്ടനാടിന്റെ വാ വലിച്ചു കീറിയിട്ട് ജീവനോടെ തല തല്ലി പൊട്ടിച്ചിട്ട് ആ ബ്രെയിൻ എടുത്ത് കറുത്ത കുരുമുളകിൽ ഞാൻ സൂപ്പ് വെച്ച് കൊടുത്തു. ബ്രെയിൻ ഈ കൊച്ചിന്റെ ബ്രെയിൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്രെയിൻ ഒന്ന് ഉദ്ദീപിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ആടിന്റെ തലച്ചോറ് കൊടുക്കുന്നത്. ചാലിയായോ? അല്ല അപ്പൊ കുട്ടികളിൽ എന്ത് കൊടുക്കും? കുട്ടിയകലിന് കൊടുക്കുന്നത് പറഞ്ഞാൽ കരിങ്കോഴിയില്ലേ? കരിങ്കോഴിയുടെ വാ പിളർന്നിട്ട് അതിനകത്തോടെ കൈയിട്ട് അതിന്റെ പോട്ടി വലിച്ചെടുത്ത് അല്പം ഗോഷ്ടി കാണിച്ചിട്ട് അവന് അത് കിടക്കും. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? നിർബന്ധമാണ്. എന്നാ കൊടുത്തേക്കാം. ഈ വാ വളർന്ന കോഴിയെ ചോരയിൽ കുളിപ്പിച്ച് തീയിൽ പുതപ്പിച്ച് മണ്ണിൽ കുടിച്ചിടും. അപ്പൊ കുഴിമന്തി അത് കൊടുക്കാം. അല്ല എല്ലാത്തിന്റെയും വാ വളക്കുന്ന എന്തിനാ? ചെറുപ്പത്തിൽ എല്ലാരും എന്നെ വാവളപ്പ അതിന്റെ ഭാഷയ്ക്കാണ് കിട്ടുന്നതിനെല്ലാം ഞാൻ വാവളന്നത്. മാർക്കോ, ഞങ്ങൾ കൊറേ നിർബന്ധിച്ചിട്ട് ആ എലീന കൊച്ച് വന്നത്. അതിനെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് അതിന് സ്പെഷ്യൽ ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഇതാലത്തെ 5-6 വാളും പോയി. അതായത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന കാണ്ടാമൃഗത്തിന്റെ തോല് ഈ വാള് വെച്ച് ഉരിഞ്ഞെടുത്തിട്ട് തോരൻ വെച്ച് കൊടുക്കും. അയ്യോ, അതിന് ആ തൊലിക്ക് ഭയങ്കര കട്ടിയല്ലേ? ഇത് കഴിക്കുന്ന ആൾക്ക് അതിനേക്കാൾ വലിയ കട്ടിയാണ്. എന്നാ അത് മതി. അത് മതി. അല്ല എല്ലാവർക്കും ഫുഡ് കൊടുത്തു, നോബിക്ക് മാത്രം ഈ വയലന്റ് ഫുഡ് കൊടുത്തില്ല. അധികം വരുന്ന ഫുഡെല്ലാം നോബിയുടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവച്ചാൽ മതി. ആ സിനിമയെ കാണുന്നതിനേക്കാൾ വയലന്റ് ആണ് അവൻ ആ കഴിക്കുന്നത് കാണിക്കുന്നത്. അത്രയ്ക്ക് ആക്രാന്തമാണ്, വയലൻസ് ആണ്. ഭക്ഷണത്തോട് ഒരു ബഹുമാനവും ഇല്ലാത്തവനാണ്. എനിക്ക് ചിരി വരുന്നില്ല. ചിരി വരുന്നില്ല. എനിക്ക് ഇത് കേട്ടിട്ട് ചിരി വരുന്നില്ല. ഞങ്ങൾ ചിരിച്ചല്ലോ. ഇതിൽ വലിയ കോമഡി എന്തുവാ? തിരുവരുന്നില്ല. എനിക്ക് ചിരി വരുന്നില്ല. അവന്റെ ചെവി കടിക്കരുത്. എന്റെ മോന്റെ ചെവി കടിക്കരുത്. ചെവി കടിച്ചു പറിക്കാൻ പോയതല്ല. പിന്നെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ പറഞ്ഞ് ഏക്കുവാണെങ്കിൽ വെളി പറയാന്ന് വിചാരിച്ച് രഹസ്യമായിട്ട് പറയാൻ. എന്നിട്ടും എനിക്ക് ചിരി വരുന്നില്ല. ചിരി വരുന്നില്ല. എങ്ങനെ അവന്റെ വാ വലിച്ചു കീറാ. ഇപ്പൊ ചിരി വന്നിട്ടുള്ള ഇതിപ്പേതം നീ ചിരിക്കാതിരിക്കുന്നതാണ്. അതെ മാർക്കോ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ ക്ഷണിച്ചതിൽ കുറെ അധികം അതിഥികൾ അധികം വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഫുഡ് തികയുമെന്നൊരു കൺഫ്യൂഷൻ. കഴിക്കാത്തവരെ? അതെ, ഫുഡ് കഴിക്കാത്തവരെല്ലാം ഇങ്ങോട്ടൊന്ന് വന്നേ. അതെ, ഇവര് നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന ടീമല്ല. എങ്ങനെ മനസ്സിലായി? ക്ഷണിച്ചവരെല്ലാം ബ്ലാക്ക് ഇട്ടോണ്ട് വരണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് ശരിയാണല്ലോ. ഒരു ബ്ലാക്ക് ഇട്ടോണ്ടല്ലോ വന്നത്. ക്ഷണിക്കപ്പെടാത്ത അതിഥികളാണ്. ഓ
ഡ്രസ് അല്ലേ ഇട്ടിരിക്കുന്നത്? കറുത്ത ഡ്രസ് അവനെന്താ വെടിയിട്ട് വന്നത്? അവന്റെ ചെരുപ്പ് വെളുത്തതാണ്. അല്ല, മാർക്കോ പിന്നെ വെളുത്ത പ്രാവും കൊണ്ടുവന്നോ? കറുത്ത പ്രാവിനെ കൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ ഈ പുല്ല് എന്ന് പറഞ്ഞു പച്ചടിക്കകത്ത് വീണെന്നു. എല്ലാത്തിനും ആൻസർ ഉണ്ടായിക്കോളും. ഇപ്പൊ എല്ലാവർക്കും ഭക്ഷണം തികയുമല്ലോ. ഭക്ഷണം തികയും, എല്ലാവർക്കും ഭക്ഷണം തികയും. പക്ഷെ ഞങ്ങള് വീട്ടുകാരൊരു 3-4 പേരുണ്ട്, ഞങ്ങൾക്ക് തികയത്തില്ല. യു ആർ ഡീലിംഗ് വിത്ത് റോങ് പേഴ്സൺ. അല്ല, ഞങ്ങൾക്ക് വിശപ്പില്ല അല്ലേ? ഇല്ല. 2-3 ദിവസം വരെ വിശപ്പ് സഹിച്ച് നിൽക്കാറുണ്ട് ഞങ്ങൾ. പക്ഷെ ഞാൻ അത്രയും സമയം വിശപ്പ് സഹിച്ച് നിൽക്കില്ലല്ലോ. അടിച്ചു നിർത്ത്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്നോട് ഒളിച്ചിരിക്കാനല്ലേ പറഞ്ഞത്? എടാ, സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത് നിന്നെ അന്വേഷിക്കുന്നിടത്തുനിന്നാണ്. മനസ്സിലായോ? എന്നാ വലിയച്ഛനുണ്ട്, ഞാൻ പോയി ഒളിക്കാം. ഈ മാർക്കോ സാറ്റ് കളിക്കാനോ? പോയി വിളിക്കണം. ഹലോ മാർക്കോ, മോസ്റ്റ് വയലൻസ് സ്കിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. മോസ്റ്റ് വയലൻസ്. ആ, വയലൻസ് ഒന്നും ഇല്ലല്ലോ ഇതിലെന്താണ്? കോമഡി മാത്രമേ ഉള്ളൂ. ഇനിയാണ് വയലൻസ് തുടങ്ങാൻ പോകുന്നത്. ആണോ? ഞങ്ങളിത് വെളിയിലോട്ട് ചെല്ലുമ്പോ ഡയറക്ടർ ഞങ്ങളോടൊരു വയലൻസ് ഉണ്ട്. ഈ കോസ്റ്റ്യൂമിലെല്ലാം ബ്ലഡ് ആക്കിയതിന് കോസ്റ്റ്യൂമർ ഞങ്ങളോടൊരു വയലൻസ്. പിന്നെ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ കയറുമ്പോൾ കുറെ ആൾക്കാർ കമന്റ് രൂപേണ വയലൻസ് രേഖപ്പെടുത്തും. അതിൽ പക്ഷേ ഞാൻ മാത്രമല്ല, നമ്മളെല്ലാരും ഉണ്ട്. ഓക്കെ, വെടികൊണ്ട് മരിച്ച റൈഫിൾ ക്ലബ്ബ് മെമ്പേഴ്സ്മാരെ, കാരണവന്മാരെ, ഇനി ഈ റൈഫിൾ ക്ലബിനെ ആരും അറ്റാക്ക് ചെയ്യരുതേ. ഓ, വെടിവഴിപാട് കാരണവന്മാർക്കുള്ള വെടിവഴിപാട് ചെയ്തില്ല. ഇന്നിത് പിടിക്കാം. ഉണ്ടയില്ലാത്ത സാധനം വെച്ച് ഞാൻ എന്നാ കാണിക്കാനാ? പതിവ് പോലെ ഓലപ്പടക്കത്തിൽ തന്നെ തുടങ്ങാം. കറക്റ്റ്. കുറെ ദിവസത്തെ ടൈമിങ്ങിന് പൊട്ടിയത് ഭാഗ്യമുണ്ട്. റൈഫിൾ ക്ലബ് അറ്റാക്ക് ചെയ്യാൻ വന്നാലേടാ? അറ്റാക്കൊന്നുമില്ല, ചെറിയൊരു ജലദോഷം മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടെന്നേ റൈഫിൾ ക്ലബ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരും. അത് ആരും വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ടാണ്? എന്റെ പൊന്നെ, ചുറ്റും ശത്രുക്കളല്ലേ? ശത്രുക്കളാ? എന്തോരം ശത്രുക്കളാണ്. പലിശക്കാര്, ബാങ്കുകാര്, ബ്ലേഡുകാര്, മൊത്തം കടവാ. ചുറ്റും ശത്രുക്കളാ. ഏത് സമയവും ഒരു അറ്റാക്ക് വരാം. അയ്യോ, ഞാൻ ഈ വെടിവെപ്പ് പഠിക്കാനായിട്ട് വേണ്ടി വന്നതാണ്. മാഷ് എന്തേ? മാഷോ? എടാ, വെടിവെപ്പ് പഠിപ്പിക്കുന്നത് ക്യാപ്റ്റൻ പ്രഭാകരനാ? ക്യാപ്റ്റൻ പ്രഭാകരനല്ല, ക്യാപ്റ്റൻ മുള്ളർ ബെന്നി. മുള്ളംപന്നിയാ? അങ്ങനെയൊക്കെയാണ്, പക്ഷെ പേര് ക്യാപ്റ്റൻ മുള്ളർ ബെന്നി. വരുന്നുണ്ട്. സ്റ്റീഫൻ, ഗുഡ് മോർണിംഗ്. മാഗി, നിർത്തിപ്പൊരിക്കൂ. അല്ലേലും ഞാൻ പറയണമെന്ന് വിചാരിച്ചു. താൻ ആരാന്ന തന്റെ വിചാരം? ദേ, ഒരു നല്ലൊരു സ്ഥലം കൊണ്ട് മാത്രം ഞാൻ ഇവിടെ ജോലിക്ക് വന്നത്. ഇവരുടെ മുമ്പിലിട്ട് തന്നെ നിർത്തിപ്പൊരിക്കാനല്ല, പിന്നെ ഈ മുയലിനെ നിർത്തിപ്പൊരിക്കും. ഇത്രയും സമയം എവിടെയായിരുന്നു? ഞങ്ങൾ കാട്ടിൽ വേട്ടക്ക് പോയി. ആണോ? എന്നിട്ട് എന്താ ഒരു വേട്ടാവളിയെ കുത്താൻ ഓടിച്ചിട്ട് ഈ കൊച്ചിനെ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ പെട്ട പാട് എനിക്ക് മാത്രം അറിയാം. കയ്യിൽ തോക്കല്ലിരിക്കുന്നത്, വെടിവെച്ചിട്ടായിരുന്നില്ലേ വേട്ടാവളിനെ? പിന്നെ കാട്ടാനും ഉന്നം പിടിച്ചിട്ട് കിട്ടണല്ലോ, പിന്നെയാണ് വേട്ടാവളിനെ. Shut up your mouth. You know who am I?
യാ. ആ. ഓ. ഇംഗ്ലീഷ് ആണല്ല, ഇംഗ്ലീഷിൽ തുടങ്ങിയിട്ട് ഹിന്ദിയിലെ അവസാനിക്കുള്ളൂ. അതെ, ഇന്ന് മൊയലിനെയൊക്കെ വെടിവെച്ച് പിടിച്ചെന്നോ എങ്ങനെയൊക്കെ വഴി കിടന്നിട്ടാണ്? അല്ലല്ലേ, ആ വെടിവെച്ച് പിടിച്ചതാണ്. ആണാ, ഞാൻ ആകാശത്തിലൂടെ പറന്നു പോണ കിളിയുടെ കുണ്ടന്നൂരിട്ടാ വെടിവെച്ചത്. പക്ഷെ താഴെ കിടക്കണ ഈ മുയലിന്റെ വയറ്റിലിട്ടാ ചെറിയൊരു തലനാരി കിളി രക്ഷപ്പെട്ടു പോയി. പുള്ളിക്കാരനെ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നത്. മാഗി കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ. അതെ, നമുക്കിവിടെ രജിസ്ട്രേഷൻ ചെയ്താലോ? പിന്നെ എനിക്ക് താല്പര്യമാണ്. ബൊക്കയും മാലയൊക്കെ നിങ്ങൾ പെട്ടെന്ന് മേടിച്ചോണ്ട് വരണം കേട്ടോ. താനിത് എന്ത് കാര്യം പറയണ? നമ്മുടെ കല്യാണം രജിസ്റ്റർ ചെയ്യണം. അയ്യേ, കല്യാണത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇവിടെ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, ആ കാര്യം പറഞ്ഞത്. പേരും ഡീറ്റെയിൽസ് ഒക്കെ അറിയണല്ലോ, അതുകൊണ്ടാ. പേര് പ്രാണെന്നാണല്ലോ. അപ്പൊ ജനന ഏത് വർഷമാ? അത് 99-ലെ വെള്ളപ്പൊക്കത്തിലാ. ആ ദുരന്തമാണ് കേട്ടോ. ആ കുഴപ്പമില്ല. മരണം ഇന്ന് രേഖപ്പെടുത്തണോ അതോ? കോളത്തില് 2025 എഴുതി ചേർത്തു. ഡേറ്റും മാസവും നമുക്ക് പിന്നെ എഴുതാം. ഏതായാലും ഈ കൊല്ലം ഉണ്ടാവും. എന്തിനാ നിങ്ങൾ ജനറൽ മരണമൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കുന്നത്? എടാ, കുറച്ചു നാൾ കഴിയുമ്പോ പിന്നെ നിന്റെ കല്ലറയിൽ എന്ത് കൊത്തി വെക്കും? എടാ, തോക്ക് വെച്ചുള്ള കളിയല്ലേ, എപ്പോഴും എന്തും സംഭവിക്കാം. നീ ആണെങ്കിൽ പുതിയതാ, ഉന്നം തെറ്റുമെന്നുള്ള കാര്യം ഉറപ്പാ. എനിക്കൊന്നും തെറ്റത്തില്ല. പക്ഷെ എനിക്കൊന്നും തെറ്റുമല്ല. പിന്നെ എന്റെ മാഷ എന്നെ ഒന്ന് ഇത് പഠിപ്പിക്കും, ഞാനത് പഠിച്ചെടുക്കട്ടെ. ഏതായാലും നിന്റെ ഒരു ആഗ്രഹമായിട്ട് നീ ഇവിടെ വന്നല്ലേ, മിസ്റ്റർ സ്റ്റീഫൻ. അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഇവിടുത്തെ വെറൈറ്റീസ്. അതായത് ഈ ഇരിക്കുന്ന പിസ്റ്റള്, ഇത് റൈഫിള്, അത് റിവോൾവർ, പിന്നെ ഈ ഇരിക്കുന്നതാണ് സ്നൈപ്പർ. അപ്പൊ തോക്കില്ലേ? തോക്കില്ലേ? ഇവൻ നമ്മളെ തോപ്പിക്കുള്ളൂട്ടാ. മണഗുണാഞ്ച, ഈ തോക്കുകളുടെ വെറൈറ്റി പേരുകളാണ് ഈ പറഞ്ഞു തന്നത്. പിന്നല്ലേ അത് ഈ ഇരിക്കണ എന്നാണ്? അത് ബറേറ്റ എന്ന് പറയുന്നത്. കറി എന്നാ ഉണ്ട്? പൊറോട്ട കഴിക്കാനായിട്ട്. അത് മാത്രം അവര് കൊടുക്കല്ലേ, അവൻ വല്ല ചാറിന് മുക്കി തിന്നും. അതെ, അല്ല അങ്ങനെ ചാടിക്കേറി വെടിവെക്കാൻ പഠിപ്പിക്കില്ലേ? നിനക്കിപ്പോ ഒരു ശത്രു ഇല്ലേ? ആ ശത്രു നിന്റെ മുന്നിൽ വേണ്ടേ? അത് വേണം. മാഗി ക്യാപ്റ്റൻ എടുത്ത്, ഇതാണ് നിന്റെ ശത്രു. വെടിവെക്കട്ടെ? ഇങ്ങനെ നേരെ ഇന്ന് വെടിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഈ തോക്ക് കാണൂലേ? അത് കാണും. അപ്പൊ തോക്ക് നമ്മൾ ആദ്യം എവിടെയെങ്കിലും ഒളിപ്പിക്കണം. എവിടെ ഒളിപ്പിക്കുമെന്ന്? പണ്ട് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? ആണ്ടേ, ഇവിടെ ഇങ്ങനെ ഒളിപ്പിച്ചാ മതി. ദൈവമേ, അവിടെ നിന്ന് പൊട്ടത്തില്ലേ? പാട് വെക്കണം. പിന്നെ ഇതൊന്നുള്ളു പാടാ. ആ വണ്ടി ഇതേപോലെ ഇരുന്ന് പൊട്ടിയതാ. ഇപ്പൊ പാടാ. നേരത്തെ പറഞ്ഞല്ലോ പാടാന്ന്. അതല്ല, ഇപ്പൊ ബാത്റൂമിലേക്ക് ഇരിക്കാൻ ഭയങ്കര പാടാ. നമ്മള് യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് ഇരിക്കൂലേ, അപ്പൊ ഒരു സൈഡിൽ ചുടുകട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ കുന്നിന്റെ ചരിവില് വണ്ടി ആന്ത്രാക്കിട്ട് വെക്കൂലേ, അതേപോലെ ഇങ്ങനെ ഇരിക്കണം. അല്ലേ? അതങ്ങനെ ഇത് പിടിച്ചേ വെക്കല്ലേ. എടാ, ആദ്യം തന്നെ ഇട്ടല്ല, നീ ഇതിന്റെ തോക്ക് എന്താണെന്നൊക്കെ അറിയണം. ഇതിന്റെ ഉള്ളിൽ ഇടുന്ന ഉണ്ടയുടെ പേരെന്താണെന്ന് അറിയാം? അതെ, ബുള്ളറ്റ് എന്നൊക്കെ സാധാരണക്കാര് പറയണത്. നമ്മൾ വെടിക്കാര് പറയുന്നത് കാട്രിഡ്ജ്. അത് പറയണമെന്നില്ല, ഇട്ടാ മതി. കണ്ടാലറിയാലോ, അത് വെച്ചങ്ങനെ ഇട്ടാ മതി. ഈ കാട്രിഡ്ജ് നേരിട്ടല്ല ഗണ്ണിലേക്ക് ലോഡ് ചെയ്യണത്. അത് നമ്മളൊരു മാഗസിന്റെ അകത്ത് വെച്ചിട്ടാണ് ഗണ്ണിലേക്ക് ലോഡ് ചെയ്യുന്നത്. മാഗസിൻ ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ന്യൂസ് പേപ്പർ ആണെങ്കിലും മതിയല്ല. നിങ്ങൾ പഠിപ്പിച്ചോ? ഞാനില്ല. നീ വെടിവെച്ച് അവനെ കൊല്ല, അതുപോലെ ജയിലിൽ പോയി കിടക്കും. ഞാൻ പറയാനാ ബോസേ, അത് കൊള്ളാലോ ഈ സ്റ്റെപ്പല്ലേ? അത് കൊള്ളാം. ഗണ്ണും ഗണ്ണും തമ്മിൽ തമ്മിൽ തിരകൾ കൈമാറും അനുരാഗമേ. ജയൻ സാർ, ജയൻ സാർ, എന്താണ് ജിഗു? ഇവിടെ മാറിക്ക്. ആരെങ്കിലും തോക്ക് നീട്ടി പിടിച്ച് അതേ പിടിച്ച് കയറി പൊക്കോളോട്ടോ. ഇങ്ങനെയാണോ വെടിവെക്കണത്? ഞാൻ ഉന്നം വെച്ച് വെടിവെച്ച് കാണിച്ചു തരാം. ആദ്യം അത് കണ്ടു പഠിക്ക്. അടിപൊളിപ്പോടാ. ഉണ്ണിമൂന്നൻ എന്നാ പെർഫോമൻസ് ആയിരുന്നു. മാർക്കോ സിനിമയല്ലേ? ആ മാർക്കോ സിനിമയിൽ വീണേൽ കൂടുതൽ ശവം ഇപ്പൊ ഇവിടെ വീഴും. ക്യാപ്റ്റനാണ് വെടിവെക്കാൻ പോകുന്നത്. മാർക്കോ അറപ്പിച്ച് ആ മൂടങ്ങോട്ട് പോയി. അത് നേരത്തെ പറഞ്ഞാൽ പാടാണെന്ന്. ഈ മൂടിന്റെ കാര്യമല്ലോ. പിന്നെ വെടിവെക്കാനുള്ള എന്റെ മൂട് പോയിന്ന് പറഞ്ഞു. അല്ലാതെ പിന്നെ വെടിവെക്കല്ലേ ക്യാപ്റ്റൻ? പിന്നെ ആര് വെടിവെച്ച് ഇതിനകത്തല്ല വെടിശബ്ദം കേട്ടില്ല. അത് അറിയാവുന്ന ആരെ വെച്ചാക്കണാണ്. ആണോ? എന്ന് വെച്ചാല് പുറത്തുനിന്ന് എനിമീസ് വരുന്നു, നമ്മൾ അറ്റാക്ക് ചെയ്യാം. നീ ഇങ്ങോട്ട് വന്നേ.
ഇനി ആദ്യം തന്നെ ഉണ്ടല്ല ഈ തോക്ക് എവിടെയെങ്കിലും ഒളിപ്പിക്കും. ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാനൊരു സിഗ്നൽ തരും. എന്ത് സിഗ്നല്? ഞാൻ ഈ വിരലിങ്ങനെ വളച്ചു കൊടുത്തിട്ട് ഒരു വിസലടിക്കുക. ഒന്നടിച്ചേ. വന്നില്ല. ഇല്ല, വരുന്നില്ലെന്ന്. ഇപ്പൊ വന്നു. ഇപ്പൊ വന്നു. ഇത് അപ്പൊ വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ വന്നാ മതി, വരും. അപ്പൊ ഞാൻ പോയി നോക്കട്ടെ. അയ്യോ, AK-47 നോക്കാണോ? തോക്കല്ല, അമ്മിണിക്കുട്ടി 47 വയസ്സെന്റെ ഭാര്യ. അവക്ക് എന്നെ ചോദിക്കണെങ്കില് ഞാൻ വല്ല വേട്ടക്കും പോയിന്ന് പറഞ്ഞേക്കാം. എനിക്ക് വയ്യാഴികയൊന്നുമില്ല. ഞാനൊരു വെടിവെപ്പ് പഠിക്കാൻ വേണ്ടി വന്നതാ. ക്യാപ്റ്റൻ മുള്ളർ എടുക്ക. മുള്ളറ് രാത്രി മുള്ളാൻ പോകാൻ അയാൾക്ക് 2 പേര് കൂട്ട് വേണം. അയാളുടെ അടുത്താണോ വെടിവെക്കാൻ പഠിക്കുന്നത്? എന്താ അയാള്? ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വേട്ടയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ അവിടെ ഒളിച്ചിരിപ്പുണ്ട്. ക്യാപ്റ്റൻ മുള്ളറ് പേടിത്തോണ്ടോ ഇങ്ങോട്ട് ഇറങ്ങി പാടൂ. എന്റെ കയ്യിൽ മെഷീൻ കണ്ണാണ് ഇരിക്കുന്നത്. ഈ പ്രായത്തിൽ പെണ്ണുങ്ങൾ തയ്യൽ മെഷീനും കൊണ്ടല്ല നടക്കണം. നിങ്ങൾ എന്തിനാ ഇതും കൊണ്ട് നടക്കണത്? ഷർട്ടൊക്കെ ഞാൻ നേരിട്ടോളാം. ക്യാപ്റ്റൻ ഒന്ന് വന്ന് രക്ഷിച്ചോ. അമ്മിണിക്കുട്ടി, cool. What is your problem? Tell me the matter. You don't know what is your matter? I am not a matter. Stop it! I will take you given and passenger and take it is your telecasting time. That means നിങ്ങളുള്ള പ്രശ്നം എന്താ അത് പറ. yeah, of course. ഇതെന്റെ അച്ഛന്റെ പേരിലുള്ള റൈഫിൾ ക്ലബ് ആയിരുന്നു. In the name of my father. Yes, of course. ഇതെല്ലാം ഇയാൾ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ചാതിച്ചെഴുതി മേടിച്ചു. Cheating and return from him. Nice udites. ഇതെല്ലാം പോരാഞ്ഞിട്ട് എന്നെയും എന്റെ മക്കളെയും മറന്നിട്ട് ഇയാൾ ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കുന്നു. Hiding from me. Hiding? Yes, I am hide and seek. എന്നിട്ട് ഇയാൾ എന്നോട് ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് എന്റെ സ്വർണ്ണമെല്ലാം ഇയാൾ കവർച്ച ചെയ്യാൻ ശ്രമിച്ചു. അതെന്റെ ഫാദർ തടയാൻ ശ്രമിച്ചു. He blocked you. അപ്പോൾ ഇയാൾ തോക്കെടുത്ത് വെടിവെച്ചു. One bullet is eating my father's button. അതെന്നെ സംഭവം അതെനിക്ക് മനസ്സിലായില്ലല്ലോ. എടാ ഇയാള് തോക്കെടുത്ത് വെടിവെച്ചിട്ട് എന്റെ അച്ഛന്റെ ചന്തിക്കിട്ടാണ് കൊണ്ടത്. ഇപ്പോഴും ഒരു ബുള്ളറ്റ് അച്ഛൻ ചന്തിയെ വെച്ചോണ്ട് നടക്കണം. തലയിൽ വെച്ച് കൊടുത്തിട്ട് നടക്കാൻ പറ്റുമോ? Shut up, you old lady. My boss is very innocent. No, I can't believe. My boss is very, very innocent. ഓ ചെന്ന് കേറിക്കൂടെ. ആ ഇന്നസെന്റ് അല്ല. മാറ്. ഓ നിന്ന് ഒരക്കട തീ പിടിക്കും. മാറടാ. അമ്മിണിക്കുട്ടി, what happened? What happened? No battery possible to tell them. You want chicken curry with rice and torme? ഇതുവരെ ശരിയല്ലേ? ഇതുവരെ വളരെ ശരിയാണ്. I love you. I love you. No, this is unsahikable. I will kill you. I will shoot you. Fire! ഒന്ന് മാറാ. അതെ, ഇങ്ങനെ ഇരുന്നാ മതി, വെടിവെക്കല്ലേ? നിനക്കത് പറയാ. അവക്ക് വെടിവെച്ചാ മതി. ഞാൻ വെടിവെക്കുമ്പോ കൂടെ സൗണ്ട് കൂടി ഉണ്ടാക്കണം. അതെന്താണ്? ഇതിലുണ്ടില്ല. യുദ്ധത്തിലിറങ്ങിയത് ഉണ്ടുള്ള നോക്കാൻ പറ്റിയിരിക്കല്ലേ? അവന്റെ അടുത്തിരിക്കണം. അവൻ ആ ഉണ്ട കൊണ്ട് എന്തുണ്ടാക്കണം? അവിടെ എടുത്ത് വെടിവെക്കണം. വെടിവെക്കട്ടെ. ഇവരെ ഇന്ന് ഞാൻ ശരിയാക്കി തരും. എടുക്കെടുക്ക്. ഉള്ളിപ്പോയി അവൻ ഉള്ളിപ്പോയി. അത് പേടിച്ചിട്ടാണ്. കുഴപ്പമില്ല, നീ തോക്കെടുത്ത് വെടിവെച്ചോ. ഉള്ളിലേക്ക് പോയത്. സഹായിച്ചു കൊടുക്ക്. എന്നെ ഇട്ട് കൊടുക്കണം. അയ്യോ, വെറുതെ കിടന്ന് കുറച്ച് ബുള്ളറ്റ് ഉണ്ട്, വലിച്ചെറിഞ്ഞു. പോയത് ഒരു പിടുത്തവും ഇല്ല. കിട്ടി. അമ്മേ, അയ്യോ, അകത്തിരുന്ന് പൊട്ടി. എനിക്ക് പുറകിൽ നിന്നും കിട്ടി.
ബോസ് ബോസേ റെയിൽവേ ജോലി കിട്ടിയോ? അല്ല പറയാ ഇതെന്താ ബോസേ ഇത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് കേട്ടോ അവള് കുട്ടി നിൽക്കുമ്പോ സമാധാനം ഇല്ലേ? ഇനി നിന്റെ അച്ഛന്റെ ഒരു വട്ടക്സ് അല്ല ഞാൻ തകർത്തുള്ളു. അതിന് പകരം രണ്ട് കിടക്കാച്ചി വട്ടക്സുകൾ ഞാൻ ഡൊണേറ്റ് ചെയ്തില്ലേ? പാവം വട്ടക്സ്. I don't want that. I want this. വല്ല കാര്യമുണ്ടോ ചോദിച്ചു മേടിച്ച്. അവളെന്റെ ആടയിലിട്ടിട്ടാണ് വെടി വെച്ചത്. അവളുടെ ഒരു ബുള്ളറ്റ് മിസ്സായി പോയി. അപ്പൊ ഇനി ചുടുകട്ട വേണ്ടല്ലോ, ലെവലായില്ലേ? അയ്യോ നമുക്കിനി കുറച്ച് കലോത്സവ ന്യൂസിലേക്കും അവിടുത്തെ വിശേഷങ്ങളും വിശേഷം ഒന്ന് തന്നെയാണ് അല്ല വിശേഷത്തിലേക്കും വാർത്ത വിശേഷം വേറെ വിഷയം തന്നെ പറ. വിഷയം കലോത്സവത്തിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേർ പങ്കെടുത്തിട്ടുണ്ട് പണ്ട്? കൈവക്ക് എടാ നമ്മള് മൂന്നും അവിടെ ഇല്ല. ശരി, ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ കൂടെ ഇരിക്കുന്ന ഈ അളിയനെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ അളിയൻ എന്ന് പറയുന്നത് ഞാൻ ട്രിവാൻഡ്രത്ത് നമ്മുടെ കലോത്സവം നടക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധ എല്ലാരും അറിയാം. ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പക്ഷെ എന്നാൽ എല്ലാരും ഒരാളിൽ മാത്രം ഇങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടു. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു കോമഡി മാസ്റ്റേഴ്സ് നീ അവിടെ കലോത്സവത്തിന് വന്നിട്ടില്ല. സെന്റ് ജോസഫ് സ്കൂളില്, അതായത് ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ സെന്റ് ജോസഫ് സ്കൂളിൽ ഞാനും നോബിയണ്ണും കൂടി കലോത്സവത്തില് മിമിക്രി മത്സരം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഭദ്ര അവിടെ ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത ആളാണ്. ഞങ്ങൾ പൊക്കിക്കൊണ്ടുവന്നിട്ട് നീ എന്തിനാ എല്ലാ ക്രെഡിറ്റ് കൊണ്ടുപോണത്? അവളല്ലേടാ ആങ്കർ. അതാണ് എന്റെ മുത്ത്. അല്ല സോറി, എന്റെ അപ്പൊ എന്തായാലും ഭദ്രനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഭദ്രയുടെ പെർഫോമൻസ് ലൈവായിട്ട് എനിക്ക് കേൾക്കണം. കാരണം വാട്സാപ്പിൽ കൂടെയും അല്ലാതെ സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ ഇഷ്ടം പോലെ വൈറലായിട്ട് ഭദ്രയുടെ വീഡിയോ ആ മിമിക്രി ചെയ്ത് വന്നെങ്കിലും ലൈവായിട്ട് കേൾക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അല്ല, അന്ന് ഭയങ്കര കൈയടിയും പരിപാടിയും ഒക്കെ കിട്ടിയാണ്. അതുകൊണ്ടാണ് അത്രയും ന്യൂസ് ചാനലുകാര് ഭദ്രയെ കവർ ചെയ്ത്, അതായത് ആരും കേൾക്കാത്ത കുറെ ശബ്ദങ്ങൾ ഭദ്ര. ലുക്ക് തന്നെ വെറൈറ്റി ആണ്. ഭദ്ര എന്ന് പറയുമ്പോഴാണ് ഞാൻ വിളിച്ചേ ഭദ്രയോ പെങ്കുച്ചായിരുന്നു ഭദ്രയൊക്കെ ഇവിടെ എന്നുള്ള രീതിയിലായിരുന്നു. എന്തോ മുടീന്റെ പറ്റിയും ഞാൻ എന്തോ ഡൊണേറ്റഡ് അല്ലേ? മുടി ഡൊണേറ്റ് ചെയ്തേ. എത്ര ലെങ്ത് ഉണ്ടായിരുന്നു? 16 ഇഞ്ച്. 16 ഇഞ്ചോ? വാവ്. ഹെയർ ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. യു ആർ ലുക്കിംഗ് വെരി ഗുഡ്. മനസ്സ് നല്ല. വീട് എവിടെ? ചാത്തന്നൂർ, കൊല്ലം. ഭദ്ര ഏത് ക്ലാസ്സിലാ? +2. അടിപൊളി. ഏത് സ്കൂൾ ഏതാ? SN Trust. ഓക്കെ. അപ്പൊ എന്തായാലും ഭദ്രയുടെ പെർഫോമൻസ് ഒക്കെ ലൈവായിട്ട് കേൾക്കാം. ആരിൽ തുടങ്ങുന്നു? ചിന്താചരം. സെൽഫിക്ക് രാഷ്ട്രീയം സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ് സെൽഫി. ജിമിക്കയും കമ്മലും. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കയും കമ്മലും ഇടുന്നവരല്ല. എല്ലാ അമ്മമാരുടെയും ജിമിക്കയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല. ജിമിക്കയും കമ്മലും മോഷ്ടിച്ചതിന്റെ പേരിൽ ബ്രാൻഡി കുപ്പിയെടുത്തടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിലില്ല. പിന്നെ എന്തുകൊണ്ട് ജിമിക്കയും കമ്മലും ഇത്രയധികം ഹിറ്റാകുന്നു? നമ്മൾ അറിയാത്ത ചില സംസ്കാരം, നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില സംസ്കാരം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇതൊക്കെ എങ്ങനെയാ ചെയ്യാൻ പഠിച്ചത്? അതായത് ഏത് ക്ലാസ് മുതൽ തുടങ്ങി? പണ്ട് 7ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. അനിയത്തിയാണ് പഠിപ്പിച്ചിരുന്നത്. അനിയത്തിയപ്പോ അടുത്ത സ്റ്റേറ്റ് കലോത്സവത്തിന് പോകും. പറഞ്ഞോ, ഏത് അടുത്ത വോയിസ് ആരുടെയാ? ഷാനി പ്രഭാകർ. നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഷാനി പ്രഭാകർ. നേരിട്ടൊരൊറ്റ ചോദ്യം. ശോഭാ സുരേന്ദ്രൻ. നേരിട്ടൊരൊറ്റ ചോദ്യം. അതേ കൃഷ്ണപ്രിയ, നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾ നേടിയെടുക്കുക തന്നെ വേണം. നമുക്ക് മറ്റു പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, അത് ഈ കലോത്സവത്തിൽ പെർഫോം ചെയ്യുന്നതിന്റെ എക്സ്പീരിയൻസ് ആണ്. അത് ഇത്ര സമയമേ ഉള്ളൂ, നമുക്ക് കളയാൻ ടൈം ഇല്ല. അപ്പൊ ആ ഇത്ര ടൈം കൊണ്ട് ലിമിറ്റഡ് സമയത്ത് നമുക്ക് ഇത്ര ഏറ്റവും നമ്മുടെ പെർഫെക്റ്റ് പരിപാടിയിലാണ്. അതുകൊണ്ടാണ് ഇപ്പം അടുത്ത ഷാനി പ്രഭാകർ എന്ന് പറഞ്ഞ് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സ്റ്റാർ തുടങ്ങും. അടുത്ത വോയിസ് കേൾക്കാൻ പറ്റാം. നമിത പ്രമോദ്. ഓക്കെ. ഇന്ന് എനിക്ക് 200 രൂപ കൂടി വേണം. തലയിൽ വെക്കുന്ന വടയുടെ കാര്യം പറഞ്ഞത്. ഞാനിത് വീട്ടിൽ വെച്ച് നടക്കാറില്ല. പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിയതാ. തിരിച്ചുമ്പോ തന്നേക്കാം. അസൂയാർഹമായ നേട്ടങ്ങൾ നേടുന്നൊരു ഫ്രണ്ടിനെ ഞാൻ ചിലപ്പോ കെട്ടിപ്പിടിച്ചു. ഇനി അടുത്ത ആരുടെ വോയിസാ കേൾക്കുന്നത്? സോന നായർ. സോന ചേച്ചിയുടെ വോയിസ് കേൾക്കാം. രാവിലെ ഞാൻ കാലസുന്ദരി, വൈകുന്നേരം ഞാൻ ഇവലസുന്ദരി. എനിക്കറിയാം ഇതെല്ലാം മോക്ഷത്തിന്റെ എല്ലാം പോയി. ഇനി രാധാമണ അല്ല സുന്ദരിച്ചാ, സുന്ദരിച്ചു സാരി വാങ്ങി രാധാമണിക്ക് കൊടുത്തൂടെ? അല്ല, ഏപ്രിൽ ഫുള്ളൊക്കെ ഇപ്പൊ മാർച്ചിലോട്ടാക്കിയോ?
ഈ അവസരത്തിൽ ചോദിക്കാൻ പറ്റുന്നതാണോന്ന് അറിയത്തില്ല, ബിന്ദു പണിക്കറിന്റെ വോയിസ് എടുക്കാറുണ്ടോ? ഇല്ല, അടുത്ത പ്രാവശ്യം ഒരു സാറിന് ഞാൻ തരാം. അടുത്ത വോയിസ് നമുക്ക് എന്നാ കേൾക്കാം. തിരുവനന്തപുരത്തിന്റെ സ്വന്തം മേയർ ആര്യ രാജേന്ദ്രൻ. വ്യക്തമായി പറയട്ടെ, ഈ 21-ാം വയസ്സിൽ മേയറായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അറിയാം. അതിൽ നിന്നുള്ളൊരു സംഘടനയിൽ നിന്നാണ്, ഒരു സംവിധാനത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. എന്താണ് വലുതാകുമ്പം എന്താവണം എന്നാണ് താല്പര്യം? പോലീസ് ഓഫീസറാണോ? ഓളോ സൂപ്പർ. എന്തെങ്കിലും ഇതുണ്ടോ? അതായത് IPS IAS അങ്ങനെ ആവണമെന്നുണ്ടോ? ഇനി ടിവിയിലൊക്കെ കാണുമ്പോൾ IPS ഓഫീസർ നമുക്ക് പറയണത് നമ്മുടെ പോലീസ് കലാമേളക്കാണ് മിമിക്രി. അതെ, അത് പൊളിക്കും. ഇനി ആരുടെ വോയിസ് നമുക്ക് അപ്പൊ കേൾക്കാൻ പറ്റുന്നത്? ഇനി സുരഭി ചേച്ചി. ഓക്കെ. മൂസക്കായി ഇന്ത്യ കിട്ടിയും ഗൾഫിൽ ഇനി മൂപ്പര് കൊല്ലത്തിലാണ് പെരല്. പെരുമ്പ് മൂപ്പര് മുടി ഇങ്ങനെ കൊയ്ഞ്ഞു പോണ പണിയേനി. പഴയ വോയിസ് അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയോ, ഭയങ്കര ബോറടിയൊന്നുമില്ല, എല്ലാം ഭയങ്കര ഷോർട്ട്. അപ്പൊ ടക് 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 ടക്. പിന്നെ 36 ചോയ്സസ് ഓഫ് ആർട്ടിസ്റ്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മൾ അറിയണോ കേൾക്കണ, ഇപ്പൊ സോന നായരൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. ഭയങ്കര കുറച്ച് ആൾക്കാർ ട്രൈ ചെയ്യുള്ളൂ. സോ വെരി നൈസ്, നല്ല ചോയ്സസ് ഓഫ് ആർട്ടിസ്റ്റ് ആണ്. സൂപ്പർ. അപ്പൊ ഇനിയും ചോയ്സിൽ അടുത്ത ആളെ ഇറക്കിക്കോ. മമത. യെസ്, മമത ജി കേൾക്കാം. നന്റെ വീട് നന്റെ മുറി നന്റെ കട നീ കിടക്ക്. ജോലി എടുക്കുന്ന സമയത്ത് ജോലി എടുക്കണം, അല്ല ലൂസ് ടോക്കിന് പോവല്ല. കറക്റ്റ് സാധനം. സൂപ്പർ, ഇഷ്ടപ്പെട്ടു. അടുത്ത വരട്ടെ ചോയ്സ്. അമല പോൾ. ഓക്കെ. ഈ ലോകത്തിൽ തന്നെ നിശ്ചയിക്കാനായിരുന്നു എന്റെ ഇഷ്ടം. നിന്നെ വിളിച്ച് നീ പറഞ്ഞ ഞാൻ കേൾക്കും, നീ പറഞ്ഞ മാത്രം. The last sleepless night. ഒടുക്കത്തെ രാത്രി. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, ഇനി അടുത്ത എന്റർടൈൻ ചെയ്യാൻ രജീഷ വിജയൻ. രജീഷ. അപ്പൊ എനിക്ക് ശരിക്കും 9 മാർക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പഴത്തെ 2 കൂടി കൂട്ടിട്ട് 29 ഞാൻ കള്ളത്തരം കാണിച്ച് സൈൻ മേടിച്ചു. ജൂണിലെ അല്ലേ? ജൂണിലെ. അടിപൊളി അടിപൊളി അടിപൊളി. നെക്സ്റ്റ്. ഇനി വേണം. അപ്പൊ ആന്റി ക്ലൈമാക്സിനെ ഇറക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. എന്താണ് അനീതിയുടെ പേര്? ലക്ഷ്മി. ലെറ്റ്സ് വെൽക്കം ലക്ഷ്മി. ലക്ഷ്മിക്കുട്ടി, എപ്പോഴാണ് ചേച്ചിക്ക് ഭദ്രയ്ക്ക് ഞാൻ ഇങ്ങനെ മിമിക്രി പഠിപ്പിക്കും എന്ന്? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. അല്ല, 5ാം ക്ലാസ്സിൽ എന്ത് പറഞ്ഞു? സെലക്ട് ചെയ്യും ഓരോ സൗണ്ട്സ്, ചേച്ചിക്ക് ചേരുന്ന സൗണ്ട്സ്. അതിന് കലാവാസന എന്ന് പറയും. നമുക്കില്ലാത്ത ലക്ഷ്മിക്ക് എന്തെങ്കിലും ഒരു മിമിക്രി? പാട്ട് പാടും. അല്ല, മോള് പാട്ട് പാടുമ്പം ഈ സിംഗേഴ്സ് നമ്മളെ ഗായികമാരുടെ ശബ്ദത്തിൽ പ്രാക്ടീസ് ചെയ്യും. അത് പഠിപ്പിച്ചു തരും. അത് നല്ലൊരു ഓപ്ഷനാ. നോക്കാം. നമുക്ക് എന്തായാലും ലക്ഷ്മിക്കുട്ടീന്റെ പാട്ട് കേൾക്കാം. ഒരു നാടൻ പാട്ട് പാടാം. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി, അന്നേരം ഒരു സുന്ദരിയാടി, അരവാരം തകതാളം തല്ലി, അരമണിക്കിങ്ങിനി കിളിപാകി, ഇമകളെന്തു ഭംഗി, ഇവളുടെ കവിളിനെന്തു കാന്തി, അധരമാതൃമധുരം നുകരാൻ ഭാഗ്യമേകുഭവതി, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ, അനവധി വെൺകൊച്ചക്കുട ചൂടി ആകാശം പൂപ്പന്തൽ ചാർത്തി, നീഹാരം മുത്തനിമണിയേകി സ്വർണ്ണ കൊലുസിൻ സരിഗമ പാടി, ചുവടുവച്ചിടുന്നു മെല്ലെ കാതിലോതിടുന്നു, ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. സൂപ്പർ. താങ്ക് യു. എനിക്ക് വയ്യ. മോള് കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ടോ ലക്ഷ്മി? കഥാപ്രസംഗത്തിന് പങ്കെടുക്കും. എന്താന്നറിയില്ല, ഇവരുടെ കൂടെ നിൽക്കുമ്പോ ഞാൻ വെറും ഒരു ശിശു ആയിട്ട് എനിക്ക് തോന്നുന്നു. ആന്റി എന്നല്ല ഉദ്ദേശിച്ച്, വെറും ഒരു ഹായ് തരുമോ? ഞങ്ങൾ
ഞാൻ നിനക്ക് കെട്ടിപ്പിടിക്കണോ ഹായ് മാത്രമല്ല ആദ്യമായിട്ട് എന്നോട് ഹായ് നമ്മളെല്ലാരും കൂടെ അല്ലേ അവിടത്തേക്കാ നാട്ടിലെ ഏത് നാട്ടിലെ ഞങ്ങളുടെ GHS ഉള്ളിനാട് സ്കൂളിലെ ടീച്ചേഴ്സ്, പിന്നെ SN സ്കൂളിലെ ടീച്ചേഴ്സും, പിന്നെ എലിക്സർ ട്യൂഷൻ സെന്ററിലെ പ്രണവ് സാർ, ആയി സാറും, പിന്നെ എല്ലാ ടീച്ചേഴ്സും സ്റ്റാഫിനും. ഈ പറഞ്ഞ എല്ലാവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ അപ്പൊ എന്തായാലും ഈ കൊച്ചു മിടുക്കിക്കും മിടുക്കിയുടെ അനീതിക്കും ചേർന്ന് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ടോക്കൺ ഓഫ് ലവ് കൊടുക്കണ്ടേ? വേദാജി, let's do that. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് രണ്ടുപേർക്കും ലഭിക്കുന്നത്. ലക്ഷ്മി ആൻഡ് ഭദ്ര വീണ്ടും നമുക്ക് കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ പോലീസ് ഓഫീസർ ആവാനുള്ള എല്ലാ കാര്യങ്ങളും പഠിത്തങ്ങളും എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഞാനൊരു വലിയ കോമഡി പറയട്ടെ. അയ്യോ ഇതൊരു ഏതളവിൽ ചിരിക്കണം ബേസ് കൊടുക്കണല്ലേ വലിയ കോമഡി. എലീന ഇല്ലെങ്കിൽ കോമഡി മാസ്റ്റേഴ്സ് ഇല്ല. ആര് പറഞ്ഞു ഉണ്ടല്ലോ സൂപ്പറായിട്ട് നടക്കും. സൂപ്പറല്ല ബെറ്റർ ആയിട്ട് നടക്കും. ആരില്ലാണോ? ആക്ച്വലി ഞാൻ പറയാൻ വന്നത് ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ ആണ്. ഇതുണ്ടെങ്കിൽ ഇതില്ല, അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ഇതുണ്ട്. കോമഡി മാസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് പറയാം. എന്താ പറയാ? കണ്ടന്റ് ഇല്ലെങ്കിലും ചളി പറയാതിരിക്കരുത്. ചളി പറയാതിരിക്കരുത്. ബുദ്ധി ഇല്ലെങ്കിൽ ദയാന ഇല്ല. കുപ്പി ഇല്ലെങ്കിൽ നോബിച്ചേട്ടനില്ല. എണ്ണ ഇല്ലെങ്കിൽ കടുക് പൊട്ടിക്കാൻ നിൽക്കരുത്. കടുവില്ലെങ്കിൽ കറി വെക്കാൻ നിൽക്കരുത്. കറിയില്ലെങ്കിൽ ഉപ്പിടാൻ നിൽക്കരുത്. കറി ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കരുത്. സൈക്കിളിലേക്ക് ചവിട്ടാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ ബീഡിയിലേക്ക് വലിക്കാൻ നിൽക്കരുത്. മുറുക്കാനില്ലെങ്കിൽ ചവയ്ക്കരുത്. ബ്ലൗസ് ഇല്ലെങ്കിൽ സാരി ഉടുക്കാൻ നിൽക്കരുത്. അത് ഞാൻ എതിർക്കും. ഇപ്പൊ ബ്ലൗസ് ഇല്ലാതെ സാരി ഉടുക്കുന്ന ഫാഷനാണ്. ഉറക്കമില്ലെങ്കിൽ കിടക്കാൻ നിൽക്കരുത്. കിടക്കയില്ലെങ്കിൽ ഉറക്കാൻ നിൽക്കരുത്. ഉറങ്ങാൻ നിൽക്കരുത്. പശു ഇല്ലെങ്കിൽ പാലെടുക്കരുത്. പാലില്ലെങ്കിൽ ഷീറ്റ് അടിക്കരുത്. സൈലൻസ്. അവിടുന്ന് നടന്ന് കഷ്ടപ്പെട്ട് വന്നതാണ്. 1 2 3. വാഷ്റൂം ഇല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാതിരിക്കരുത്. ഫ്ലഷ് ചെയ്തോ? പറമ്പിൽ പോവാല്ലേ? ബുദ്ധിയില്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. കറണ്ട് ഇല്ലെങ്കിൽ ലൈറ്റ് ഇടായിരുന്നു. കിണറില്ലെങ്കിൽ വെള്ളം കോരാൻ നിൽക്കരുത്. പെട്രോൾ ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ നിൽക്കരുത്. ബാറ്ററി വണ്ടിയാണെങ്കിൽ ഞാൻ ഓടിക്കും. എനിക്ക് ഒന്നേ അറിയില്ലോ, അത് ഞാൻ പറയട്ടെ. ബുദ്ധി ഇല്ലെങ്കിൽ വായ തുറക്കാതിരിക്കുക. മൈക്കൊണ്ട് നേരെ എന്ത് വിളിച്ചു പറയാൻ നിൽക്കരുത്. ഓക്കെ, അലക്ക് കല്ലില്ലെങ്കിൽ അലക്കാൻ നിൽക്കരുത്. വാഷിംഗ് മെഷീനിൽ അലക്കാം. ഓഫ് കോഴ്സ് ഐ ഡു. എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഗ്ലാമർ ഉണ്ടെന്ന് കരുതി സബ് കളക്ടർ ആവാൻ നിൽക്കരുത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം അനുചേട്ടൻ എന്തോ ഒരു കാര്യം ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയട്ടെ. കൗണ്ടർ ഇല്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. പാക്കപ്പ്.